ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി സ്നാനത്തെ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരികയാണ്. ഓർത്തഡോക്സ് ചർച്ചിലെ പുരോഹിതന്മാർ പഠിപ്പിച്ച ചില പഠനങ്ങളുടെ ഭാഗങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടവരോ ഈ എതിർകക്ഷികളോ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ഭാഗം വിശുദ്ധ വേദപുസ്തകത്തിലെ കൃത്യമായ ഉപദേശവുമായി വിരുദ്ധമായി നിൽക്കുന്ന ഭാഗമായിരുന്നു. പെന്തക്കോസ്ത് വിശ്വാസത്തിന് വിരുദ്ധം എന്നുള്ളതല്ല, വിശുദ്ധ വേദപുസ്തകത്തിന് അതിലെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, വേദപുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നതിനെ നമുക്ക് ബിബ്ലിക്കൽ എന്ന് പറയാം. അതിനോട് ചേരാതെ നിൽക്കുന്നതിനെ നമുക്ക് അൺബിബ്ലിക്കൽ എന്ന് പറയാം. അതിന് വിരുദ്ധമായി വരുന്നതിനെ നമുക്ക് ആന്റി ബിബ്ലിക്കൽ എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഒരച്ഛന്റെ പഠിപ്പിക്കലാണ് എന്റെ ശ്രദ്ധയിൽ വാസ്തവത്തിൽ പെട്ടത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശിശുക്കൾക്ക് തിരുവത്താഴം നൽകണം എന്നുള്ളതാണ്. അങ്ങനെ കുട്ടികൾക്ക് തിരുവത്താഴം നൽകാതിരിക്കുന്നത് വലിയൊരു അസംബന്ധമാണെന്നും, മുതിർന്ന ആൾക്കാരൊക്കെ ആഹാരം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാതിരിക്കുന്നതിന് തത്തുല്യമായ ഒരു മാനസിക അവസ്ഥയായി ബഹുമാനപ്പെട്ട പുരോഹിതൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിന് മറുപടി പറയണം എന്നിങ്ങനെ കരുതിയിരിക്കുന്ന സമയത്തിലാണ് മറ്റൊരു ദൈവദാസൻ അതിന് മറുപടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട മറുപടിക്ക് തിരിച്ച് മറുപടിയായി ആ അച്ഛൻ വിശദീകരണം നൽകിയിരിക്കുന്നതും കണ്ടു. അതിനകത്ത് അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് എങ്ങും പോകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് മറിച്ചു പോകുന്ന വഴിയിൽ അതേ വിശ്വാസം സൂക്ഷിക്കുന്ന മറ്റൊരു പുരോഹിതന്റെ പ്രസംഗം കുറച്ചുകൂടി എനിക്ക് ഹൃദയഘാരിയായി തോന്നി. അത് ഡോക്ടർ അബ്രഹാം മാർ സെറാഫീം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുരോഹിതനാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മതിയോ, തിരുമേനി എന്നൊക്കെ പറയണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പുരോഹിതൻ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച്, ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ലോജിക്കലായി, റീസണബിളായി മറുപടി പറയുന്നുണ്ട്. അത് മറുപടി ആയിട്ടല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഭാഗത്തെ ആരോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ ശ്രദ്ധിക്കുമ്പോൾ വാസ്തവത്തിൽ ശിശുസ്നാനത്തിന്റെ ആവശ്യകത എന്താണ് എന്നും ശിശുസ്നാനത്തിൽ തെറ്റില്ലാത്തതിന്റെ കാര്യം എന്താണ് എന്നതിനും വളരെ ലോജിക്കലായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പഠനം ഒരു നീണ്ട പഠനമാണ്. 1 മണിക്കൂറോളം ആ വീഡിയോയ്ക്ക് ദൈർഘ്യമുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 4-5 മിനിറ്റിനുള്ളിൽ സ്നാനം എന്താണ് എന്നും ശിശുസ്നാനം എന്തുകൊണ്ട് അനിവാര്യമാണ് എന്നും അതെന്തുകൊണ്ട് ആന്റി ബിബ്ലിക്കൽ അല്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ആദ്യം കേൾക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് വെളിപ്പെടുത്തലുകളുണ്ട്. അവകളെ ഓരോ എപ്പിസോഡുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പറയാനുള്ള കാര്യങ്ങൾ അടുത്തത് പറയുന്നത് ബാപ്റ്റിസത്തെ കുറിച്ചാണ്. പെട്ടെന്ന് പറയുന്നു. ഓർത്തഡോക്സ് സഭയിൽ, നിലവിലെ ഓർത്തഡോക്സ് സഭയിൽ ആർക്കൊക്കെയാ ബാപ്റ്റിസം കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് ആരാണ്ട് പറയും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്. ഓർത്തഡോക്സ്, നിലവിലെ ഓർത്തഡോക്സ് സഭയിൽ, ഓർത്തഡോക്സ് സഭയിൽ കുഞ്ഞുങ്ങൾക്കാണ് ബാപ്റ്റിസം കൊടുക്കുന്നത്. പ്രായമുള്ളവർക്ക് ബാപ്റ്റിസം കൊടുക്കും. കുഞ്ഞുങ്ങൾ വന്ന രണ്ടിനെ ഉപയോഗിക്കുന്ന ഒറ്റ വിദ്യാർത്ഥി. അത് നിങ്ങൾ ആദ്യം മനസ്സിലായിരുന്നു.
അല്ലാതെ പ്രായമുള്ളവർക്ക് വേറെ ലിറ്റാർജി, കുഞ്ഞുങ്ങൾക്ക് വേറെ ലിറ്റാർജി, കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊന്നുമില്ല. സഭയിലെ മെമ്പേഴ്സിന്റെ മക്കളായിട്ട് വരുന്നവരെ, അതല്ലെങ്കിൽ വേറെ ഒരു കുടുംബമായിട്ട് വരുന്നവരെ, ഇവരെ എല്ലാം നമ്മൾ ബാപ്റ്റിസം ചെയ്യും. അത് പ്രായമുള്ളവരാണെങ്കിൽ പ്രായമുള്ളവർക്ക് ബാപ്റ്റിസം കൊടുക്കും. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ആദ്യം ഒന്നാമതായിട്ട് മാറ്റി വെക്കും. അപ്പോൾ കൃത്യമായ ഒരു വിശദീകരണം പുരോഹിതൻ നൽകുകയാണ്. മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ശിശുക്കൾക്കല്ല സ്നാനം കൊടുക്കുന്നത്, എല്ലാവർക്കും സ്നാനം കൊടുക്കും. സിമ്പിളാണ്. സ്നാനത്തിന് പ്രായത്തിന്റെ ഒരു ബാരിയർ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്ര കുഞ്ഞായാലും അതിന് പ്രശ്നമില്ല, എത്ര പ്രായമുള്ള ആളായാലും അതിന് പ്രശ്നമില്ല. മനുഷ്യനായിരിക്കണം എന്ന് മാത്രമേ അതിനകത്ത് പ്രത്യേകതയുള്ളൂ. പ്രായം നോക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പുരോഹിതന്റെ അഭിപ്രായം. ഞാൻ നേരത്തെ ഉദ്ധരിച്ച മറ്റൊരു ദൈവദാസൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പാടില്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ എന്നാണ്. ആ ചോദ്യത്തിനും കൂടെ ഉള്ള മറുപടി ഇതിനകത്ത് ലഭ്യമാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ഇതിനകത്ത് നൽകുവാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഏതായാലും ഇതിന്റെ ആദ്യ ഭാഗത്തിൽ പുരോഹിതൻ ഓർപ്പിച്ചത് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് സ്നാനപ്പെടുത്തലിന് പ്രായ വ്യത്യാസം ഇല്ല. ഇത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പ്രായ വ്യത്യാസം ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരല്പം അങ്ങോട്ട് പോയതിനു ശേഷം പരിശോധിക്കാം. എന്തിനാണ് ബാപ്റ്റിസം? ദ പർപ്പസ് ഓഫ് ബാപ്റ്റിസം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം, അല്ലെങ്കിൽ ഇതെല്ലാം വായിപ്പിച്ച് വരേണ്ടതാണ്. എനിക്ക് പെട്ടെന്ന് തീം പ്രസന്റ് ചെയ്ത് അവസാനിപ്പിക്കാനായി. പർപ്പസ് ഓഫ് ബാപ്റ്റിസം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3:27. പല ബൈബിൾ വേഴ്സസ് വായിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഒരെണ്ണം പ്രധാനമായിട്ടുള്ളത് മാത്രം ഇപ്പൊ വായിപ്പിക്കുകയാണ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഫോർ ആസ് മെനി ഓഫ് യു ആസ് ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ക്രൈസ്റ്റ് ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ്. അപ്പൊ സ്നാനത്തിന്റെ പർപ്പസ് എന്താണ്? ടു ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ വെസ്റ്റിക്കൽ യൂണിയൻ. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഈ സംയോജനം, ദ യൂണിയൻ ടു ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് ബാപ്റ്റിസത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇപ്പൊ വളരെ ക്ലിയർ ആണ്. ബാപ്റ്റിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ ഭാഗമായി മാറുക എന്നുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കണം. ഈ 2 ബോഡിയും രണ്ടായിട്ട് തന്നെ പഠിക്കണം. കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് മറ്റൊരു തിരുസഭയാണ്. മലങ്കര ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത് മറ്റൊരു തിരുസഭയാണ്. മർത്തോമാ സഭ എന്ന് പറയുന്നത് മറ്റൊരു തിരുസഭയാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു സഭയാണ്. കാരണം അതൊരു തിരുസഭയൊന്നുമല്ല, അതൊരു കൂട്ടമാണ്. CSI എന്ന് പറയുന്നത് മറ്റൊരു തിരുസഭയാണ്. ഇതിൽ കുറെ തിരുകളും കുറെ സാധയുമുണ്ട്. അതിൽ സാധയാണ് പെന്തക്കോസ്റ്റ്. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, സഭയോട് ചേരാനുള്ള, തിരുസഭകളോട് ചേരാൻ, സംഘടനയോട് ചേരാൻ ആവശ്യമായ ഒരു കൂദാശ അല്ല സ്നാനം. അത് അച്ഛന്റെ വാക്കുകളിൽ വ്യക്തമാണ്. ക്രിസ്തുവിനോട് ചേരാനുള്ളതാണ് സ്നാനം. ഇനി അതിന്റെ പുറകിലെ 2 വാക്യം കൂടി ഞാൻ നോക്കുകയാണ്. അച്ഛൻ വായിച്ച വാക്യം ഇതാണ്: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇനി 2 വാക്യം പുറകിലേക്ക് വന്ന് ഞാനൊന്ന് വായിച്ചോട്ടെ. ഒരുപാട് വാക്യം പുറകിലേക്ക് വായിക്കേണ്ടി വരും. ആ ചാപ്റ്റർ തന്നെ വായിക്കേണ്ടി വരും. സമയക്കുറവ് കൊണ്ട് ഞാനും ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. 21 മുതൽ ഞാനൊന്ന് വായിച്ചോട്ടെ. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല, ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി ആധാരമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിന് നമ്മളെ ജീവിപ്പിപ്പാൻ കഴിയുന്നില്ല.
നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ അതും നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. അപ്പോൾ ഇവിടെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, വിശ്വാസമാണ്. 22-ാം വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. അപ്പൊ ന്യായപ്രമാണത്താൽ നമുക്ക് ലഭ്യമാവില്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പേഴ്സണൽ, ഹൈലി പേഴ്സണൽ, വ്യക്തിപരമാണ് ഈ കാര്യം. ഞാൻ വിശ്വസിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്. കാരണം ന്യായാസനത്തിന് മുൻപിൽ കണക്ക് കൊടുക്കേണ്ടത് ഞാനാണ്. എന്റെ കണക്ക് എന്റെ ഭാര്യയോ എന്റെ മക്കളോ എന്റെ മാതാപിതാക്കളോ എന്റെ സഭയുടെ പുരോഹിതനോ എന്റെ സഭയിലെ കമ്മിറ്റിക്കാരനോ കൊടുക്കേണ്ടതില്ല. ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി മൈ ഓൺ പേഴ്സണൽ ബിസിനസ്. ഇതെന്റെ സ്വന്തം കാര്യമാണ്. ഇനി താഴോട്ട് ശ്രദ്ധിക്കൂ. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അപ്പൊ വിശ്വാസം എന്നത് നമ്മളിൽ ജനറേറ്റ് ആകുന്ന ആ കാലഘട്ടം വരെ ന്യായപ്രമാണത്തിന് കീഴിൽ സൂക്ഷിച്ചിരുന്നു എന്നും, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന്, അപ്പോൾ നീതീകരണം എന്ന പ്രോസസ് നമുക്കുണ്ടാകുന്നത് തന്നെ വിശ്വാസത്താലാണ്. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്കും നടത്തുവാൻ നമുക്ക് ശിശുപാലകരായി ഭവിച്ചു. 25 വിശ്വാസം വന്ന ശേഷമോ ഇനി ശിശുപാലകന്റെ കീഴിലല്ല. 26 ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പൊ വളരെ വ്യക്തമായി പറയുകയാണ്, സഭ നിങ്ങൾക്ക് നൽകിയ സ്നാനത്താലല്ല, ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അതിനോട് ചേർന്ന് വരികയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം സ്നാനം എന്ന സഭ ഇൻട്രസ്റ്റ് എടുത്തും നൽകുന്ന യാതൊരു കാര്യത്തെക്കുറിച്ചും വിശ്വാസമോ ബോധമോ ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും വചനം അനുശാസിക്കുന്ന സ്നാനമായി അംഗീകരിക്കാനാവില്ല. ഞാൻ ആരെങ്കിലും കൊണ്ട് വെള്ളത്തിൽ വെറുതെ മുക്കിയത് കൊണ്ടത് സ്നാനമാവില്ല. തലയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് സ്നാനമാവില്ല. ഇവകളെ കുറിച്ചുള്ള വേർഡ് സ്റ്റഡി നമ്മൾ നടത്തുന്നതിൽ അർത്ഥമില്ല. റാൻഡിറ്റ്സോ ബാപ്റ്റിറ്റ്സോ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. പരമപ്രധാനമായ അടിസ്ഥാനപരമായ കാര്യം, ഒരാൾ ദൈവമക്കളാകണമെങ്കിൽ അയാൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതിന് പ്രായത്തിന്റെ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാനുള്ള പ്രായം നിശ്ചയമായുമുണ്ട്. അത് എത്രാം വയസ്സെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പ്രായം പറയാൻ പറ്റില്ല. ഏതായാലും ജനിച്ച കുഞ്ഞിന്റെ തലയിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് ആ കൊച്ചിന് അക്കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീരുക. എന്നിട്ട് വേണം അവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കാൻ. അല്ലാതെ അവർ സഭയിലെ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളാൽ ജനിച്ചു എന്ന കാരണത്താൽ അവരെ മുക്കി അല്ലെങ്കിൽ തളിച്ച് സഭയുടെ അംഗമാക്കാം. നിങ്ങൾക്ക് ഓർത്തഡോക്സ് ചർച്ചിന്റെ മെമ്പറാക്കാം. തലയാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കാനാവില്ല. അതിന്റെ ഭാഗമാകാനുള്ള മിനിമം ക്വാളിറ്റി, മിനിമം യോഗ്യത അയാൾ യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. അതിൽ പരം നിങ്ങൾ നടത്തുന്ന ഒരു കൂദാശയ്ക്കും ബൈബിൾ പറയുന്ന വിശ്വാസ സ്നാനവുമായി പുലബന്ധം പോലുമില്ല. ഇനി അച്ഛന്റെ അടുത്ത വിശദീകരണം കേൾക്കാം. അങ്ങനെ ബാപ്റ്റൈസ് ചെയ്ത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗോൾ എന്നാ, where we are heading towards, അത് എഫേഷ്യൻസ് ചാപ്റ്റർ 4:15-16. എഫേഷ്യൻസ് ചാപ്റ്റർ 4:15-16. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ. സോ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഗ്രോയിങ്. എങ്ങോട്ടാ? ക്രിസ്തുവിന്റെ തലയോളം. ആ
വളർച്ചയുടെ പേരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഡയോസിസ്. ഡയോസിസ് കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. സോ ദ ഗോൾ, the purpose is diosis, which means deification, to become like God, to become like Christ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗോൾ. അതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പുരോഹിതൻ വിശദീകരിക്കുന്നത്. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 1-4 പറയുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാവുക എന്നുള്ളതാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം തന്നെ 5-26 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അവൻ അവളെ എന്ന് പറഞ്ഞാൽ യേശു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പൊ സ്നാനത്തിന് വചനം കൂടിയേ തീരുള്ളേ. വചനം കേട്ടതിന് ശേഷമാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസമായതിനു ശേഷമാണ് സ്നാനം കൊടുക്കുന്നത്. വചനം എന്താണെന്നുള്ള ബോധ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ റീസണബിൾ ആയിട്ടുള്ള ആൻസർ പിന്നീട് അച്ഛൻ പറയുന്നത്, നമുക്ക് അവിടേക്ക് വരാം. ബൈബിൾ സ്റ്റാൻഡ് ഇവിടാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, വിത്തൗട്ട് വേർഡ് ഓഫ് ഗാഡ് ബാപ്റ്റിസം ഈസ് നോട്ട് വാലിഡ്. ആ വേർഡ് ഓഫ് ഗോഡ് ആണ് നമ്മുടെ അകത്ത് ജീവൻ നൽകുന്നത്, വീണ്ടും ജനനം നൽകുന്നത്. പത്രോസ് എടുത്തു പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ദൈവവചനത്താൽ തന്നെയും നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോസസ്സാണ് ആ ജനിച്ചതിനെ കുളിപ്പിക്കുന്ന പരിപാടി. ആദ്യം ജനിക്കണ്ടേ? ജനിക്കണമെങ്കിൽ ആദ്യം ഗർഭാവസ്ഥയിലാവണ്ടേ, എന്നിട്ടല്ലേ ജനനമുള്ളൂ. ആ ജനനം കഴിഞ്ഞതിന് ശേഷമല്ലേ കൊച്ചിനെ കുളിപ്പിക്കാൻ ഒക്കൂ. ഇതാദ്യം കൊച്ചിനെ കുളിപ്പിക്കുക, പിന്നീട് ഗർഭം ധരിക്കുക ഒക്കെ എന്ന് പറയുന്നത് എത്രത്തോളം ലോജിക്കലാണ് എന്ന് എനിക്ക് അറിയില്ല. ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മതിയെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം നമുക്ക് ബൈബിളിനേക്കാൾ പ്രധാനം സഭയാണ്. സഭ എന്ന് പറയുന്നതിന് ക്രിസ്തു ആകുന്ന തലയുമായി ബന്ധമുണ്ട് എന്ന് പരിശോധിക്കേണ്ടുന്ന അത്യാവശ്യം ആധികാരിക ഗ്രന്ഥം തിരുവെഴുത്ത് തന്നെയാണ്. മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ യേശു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനാണല്ലോ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അച്ഛൻ പറഞ്ഞ ആ ഭാഗം വളരെ ക്ലിയർ ആണ്. തലയാകുന്ന ക്രിസ്തുവിനോളം സഭ വളരുക. അപ്പോൾ എന്റെ ചോദ്യം, ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ നാമധേയ സഭകൾ ഏതുമാകട്ടെ, നൽകുന്ന സ്നാനം യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായ്കൊണ്ട് ഏറ്റുപറയാത്ത ഒരാൾക്കാണ് എങ്കിൽ എങ്ങനെ ആ കുട്ടിക്ക് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ കഴിയും? ആ കുട്ടിയെന്നല്ല, മുതിർന്നവരായാലും അത് തന്നെയാണ് കണ്ടീഷൻ. അപ്പോൾ ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ സ്നാനത്തിനു മുമ്പ് അയാൾ ക്രിസ്തുവിലാകണ്ടേ. ക്രിസ്തുവിലാകാതെ എങ്ങനെയാണ് ഒരാൾക്ക് തലയോളം വളരുവാൻ കഴിയുക? നിങ്ങൾ എന്തൊക്കെ വളപ്രയോഗം ചെയ്താലും. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, നാമധേയ ക്രൈസ്തവർ കുഞ്ഞുങ്ങളെ മാമോദീസ നൽകി സഭയുടെ ഭാഗമാക്കുന്നു എന്ന് പറയുമ്പോൾ അത് തിരുസഭയുടെ ഭാഗമാണ്, യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമല്ല എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ സഭ നൽകുന്ന മാമോദീസായും സഭ നൽകുന്ന കുർബാനയും സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവർ സഭയുടെ തലയോളം വരുന്നുണ്ട്. സഭ പഠിപ്പിക്കുന്ന അൺബിബ്ലിക്കലായ ആന്റി ബിബ്ലിക്കലായ ആ വിഷയങ്ങളിൽ അവർ കൃത്യമായും വളരുന്നു എന്നതിന് സംശയം വേണ്ട. അപ്പോൾ സഭ എന്ത് പഠിപ്പിക്കുന്നു അതിൽ അവർ വളരുന്നു. ഓർത്തഡോക്സ് സഭയുടെ, കാത്തലിക് ചർച്ചിന്റെ അല്ലെങ്കിൽ നാമധേയ സഭകളുടെ തലയോളം, അവകളുടെ തല ഒരിക്കലും ക്രിസ്തു അല്ല. കാരണം ക്രിസ്തു എന്ന തലയുമായി കണക്ട് ചെയ്യണമെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത് ഇല്ലാതെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദിസ് ഈസ് ദ ബിഗിനിങ് സ്റ്റേജ്, without which how can you can grow up to the head of Jesus.
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ന്യായങ്ങൾക്ക് ബൈബിളിൽ അടിസ്ഥാനമില്ല എന്നും തിരുസഭയുടെ മറ്റിതര ഉപദേശ സംഹിതകൾക്കാണ് അടിസ്ഥാനമെന്നും അവകൾ ക്രിസ്തുവുമായിട്ടോ അപ്പോസ്തോലികമായിട്ടോ ബന്ധമില്ല എന്നും വചനം വെച്ച് മാറ്റുരച്ച് മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവനവനുള്ളതാണ്. കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഇപ്പോൾ തന്നെ 20 മിനിറ്റിലധികമായി. അപ്പോൾ ശിശുസ്നാനം എന്തുകൊണ്ട് എന്നതിന് അച്ഛൻ നൽകുന്ന റീസണബിൾ ആയിട്ടുള്ള മറുപടി അടുത്ത എപ്പിസോഡിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ക്രിസ്തുവേശുവിനോട് ചേരുന്നവനാണ് സ്നാനം കൊടുക്കേണ്ടത്. ഒരുവന് ക്രിസ്തുവേശുവിനോട് ചേരണമെങ്കിൽ അതിന് അത്യാവശ്യം പ്രായം അല്ലെങ്കിൽ തിരിച്ചറിവ് അത്യന്താപേക്ഷിതമാണ്. സഭയെടുക്കുന്ന ഓവർ റിസ്ക് എന്ന് പറഞ്ഞാൽ, അയ്യോ കുഞ്ഞ് ഇതിനിടയ്ക്ക് അറിവിന് മുമ്പ് മരിച്ചു പോയാൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് സഭയൊന്നും ബേജാറാവേണ്ട, അത് കർത്താവ് നോക്കിക്കോളും. അത് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പിശാച് മനുഷ്യരുടെ ഇടയിൽ പരത്തിക്കൊണ്ട് മനുഷ്യനെ അപകടപ്പെടുത്തുന്നതാണ് രംഗം. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വീട്ടിൽ ഒരു കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ ചെന്നപ്പോൾ അവിടെ അവർ സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ വീട്ടിലെ പിതാവ് രോഗബാധിതനായി മരണത്തോടടുത്തെത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനും മകളുമാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എന്റെ കൊച്ചിന്റെ വിവാഹം കഴിച്ചു കാണണം. അങ്ങനെ അപ്പന്റെ ആഗ്രഹപ്രകാരം പ്രായം വളരെ കുറഞ്ഞ പഠിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ചിനെ അപ്പൻ അത് കാണാനുള്ള ആവേശം കാരണം അവർ കെട്ടിച്ചു വിട്ടു. ആ പാവം കൊച്ചിന് ഒരു കുഞ്ഞും പിറന്നു. പക്ഷെ അത് കണ്ണുനീരിലായി പോയി. ആ ചെന്ന വീട്ടിൽ ആകെ പ്രശ്നം, ഉപദ്രവങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഒടുവിൽ അപ്പൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ആ കൊച്ചിന്റെ തകർച്ച കൂടി കണ്ടിട്ട് കണ്ണടക്കേണ്ടതായി വന്നു. നമ്മളെല്ലാവരും അറിയേണ്ടതൊരു കാര്യം, മാതാപിതാക്കൾ നേരത്തെ മരിക്കാൻ പോകുന്നു എന്ന് വെച്ച് കൊച്ചിനെ അപകടപ്പെടുത്തിയിട്ട് മരിക്കാമെന്ന് വെക്കരുത്. അത് വിവാഹത്തിന് പ്രായമായിട്ട് കഴിക്കട്ടെ. അത് കുഞ്ഞിനി ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ളതാണ്. മരിക്കാൻ പോകുന്ന നമുക്ക് കൊച്ചിന്റെ വിവാഹം കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ ആ കൊച്ചിന്റെ ഭാവിയെ തകർക്കാൻ നിൽക്കരുത്. അതുപോലൊന്നാണ് തിരുസഭകൾ എന്ന് പറയുന്ന ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത സഭകൾ. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ ത്രാണിയില്ലാത്ത മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും ആരും ആയിക്കൊണ്ടുപോട്ടെ, അവർക്ക് സ്നാനം നൽകുന്നത് ഇവകൾ മൗഢ്യമാണ്, ഇവകൾ വചനത്തിന് വിരുദ്ധമാണ്, ഇവകൾ വഞ്ചനാപരമാണ്, ഇവകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ക്രിസ്തുവിലാകാതെ ക്രിസ്തു എന്ന തലയോളം വളരാനാവില്ല. ക്രിസ്തുവിലാകാൻ അവനവനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമാണ് നിൽക്കേണ്ടി വരിക. ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവ് നമ്മളോട് പഠിപ്പിച്ചത് പ്രമാണിപ്പാൻ പാകത്തിനാണ് നമ്മൾ ജനത്തെ ഉപദേശിച്ച് ക്രിസ്തുവിൽ ഉറപ്പിക്കേണ്ടത്. അല്ലാതെ ക്രിസ്തുവിൽ നിന്ന് പുറത്തു നിർത്തി അവർക്കൊരു വളർച്ച ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച ആ ജനത്തെ കബളിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. മാന്യ സുഹൃത്തുക്കളെ, വഞ്ചിക്കപ്പെടാതിരിപ്പീൻ, കരുതലുള്ളവരായിരിപ്പീൻ. തിരുവെഴുത്തുകളെ പരമാവധി ശോധന ചെയ്ത് നിങ്ങളുടെ നിത്യത ഉറപ്പുവരുത്തുക. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.